ചെയ്തിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ വെബ്സൈറ്റിൽ കയറുന്ന ആൾക്കാർ കാണുന്ന ഭാഗങ്ങളാണ് ഫസ്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നത്. ഹോം പേജ് കാണും, പിന്നെ അതേപോലെ റിസൾട്ട് പേജ്, ഷെഡ്യൂള്, ടീം, ഗാലറി, ലൈവ് ടി വി, AI ചാറ്റ്, ഇത്രയും കാര്യങ്ങളായിരിക്കും ഒരാള് നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാം. ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം നെയിം, മദ്രസയുടെ നെയിം, പിന്നെ അതേപോലെ റിസൾട്ട് പേജ്, ഗാലറി പേജ്, ലൈവ് ടി വി എന്നുള്ള ഈ ഒരു പാർട്ടായിരിക്കും കാണുന്നുണ്ടാവാം. പിന്നെ ഈ ഒരു ഹോം പേജിൽ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് പബ്ലിഷ് ആയിട്ടുള്ള ഒരു 10 റിസൾട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ അതേപോലെ ടീമിന്റെ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ പറ്റും. ടീം എത്രയാണ് പോയിന്റ് ഉള്ളത്, കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുന്നതാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് റിസൾട്ട് പേജ് ആണ്. റിസൾട്ട് പേജിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോസ്റ്റർ, ജസ്റ്റ് ഇവിടെ പോസ്റ്ററും ജനറേറ്റ് ആയി തരും. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഒരു റിസൾട്ട് നമ്പർ 2, പിന്നെ ഫസ്റ്റ് ആരാണ്, ടീം ഏതാണ്, സെക്കൻഡ് ആരാണ്, ടീം ഏതാണ്, തേർഡ് ആരാണ്, ടീം ഏതാണ്, പിന്നെ ഏത് പ്രോഗ്രാം ആണ്, ഏത് കാറ്റഗറിയിലുള്ള പ്രോഗ്രാം ആണ്. ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ടും പിന്നെ ഇതൊക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ സെറ്റ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഇവിടെ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു പോസ്റ്റർ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതന്നെ നമുക്ക് ഈ ഒരു ഗാലറിയിലും നമുക്ക് കിട്ടും. ഗാലറിയിലാവുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ റിസൾട്ടിന്റെ പ്രോഗ്രാം വേണമെങ്കിൽ പോസ്റ്റർ ഡൗൺലോഡ് ചെയ്യാം. ഫസ്റ്റ് കിട്ടിയ ആളുടെ മാത്രം, സെക്കൻഡ് കിട്ടിയത് ആളുടേത് മാത്രം, തേർഡ് കിട്ടിയത് ആളുടെ മാത്രം. ജസ്റ്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ആകും. ഇത് നമുക്ക് വാട്സപ്പിലേക്കും മറ്റുള്ള പാർട്ടിലേക്കും ഒക്കെ ഷെയർ ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇനി നെക്സ്റ്റ് ഉള്ളത് ഷെഡ്യൂളിംഗ് ആണ്. ഓരോ പ്രോഗ്രാം എത്ര മണിക്കാണ് നടക്കുന്നത്, ഏത് സ്റ്റേജിലാണ് നടക്കുന്നത് എന്നുള്ള അപ്ഡേഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ടൈം, പിന്നെ അതേപോലെ കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഇവിടെ ടിക്കായിട്ട് വരുന്നുണ്ടാവും. ഇനി നെക്സ്റ്റ് ആയിട്ട് ടീമാണ്. ടീമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ എത്ര ടീംസ് ആണ് ഉള്ളത്, ആ ഒരു ടീമിന്റെ പോയിന്റ് എത്രയാണ്, ഇത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുകയും ചെയ്യുന്നുണ്ടാവാം. പിന്നെ ടി വി ആണ്. ടി വി ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ മദ്രസിൽ ബിഗ് സ്ക്രീനോ അല്ലെങ്കിൽ LCD കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു റിസൾട്ട് അതിൽ പബ്ലിഷ് ആയിക്കോളും. നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഇതിലും ഈ ഒരു ഡീറ്റെയിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവുകയും ചെയ്യും. റിസൾട്ട് നമ്പർ കാണിക്കും, പിന്നെ അതേപോലെ ടീം സ്റ്റാറ്റസ് കാണിക്കും, അനൗൺസ്മെന്റ് എന്തെങ്കിലും ഉണ്ടല്ലോ അത് കാണിക്കും, പിന്നെ താഴെ അനൗൺസ്മെന്റ് ടെക്സ്റ്റ് ആയിട്ടും കാണിക്കും. ഈ ഒരു രീതിയിൽ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. ഇനി അഡ്മിൻ പാനലാണ് കാണിക്കുന്നത്. അഡ്മിനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻസിനെ ബൾക്കായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇവിടെ സ്റ്റുഡൻസ് എന്നുള്ള പാർട്ടിൽ പോയാൽ മതി. ഇവിടെ അതിനു മുമ്പ് ടീം ക്രിയേറ്റ് ചെയ്യുന്നൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ടീംസിൽ പോവാം. ഇവിടെ നമുക്ക് വേണ്ട ടീം ആഡ് ചെയ്യാം. ജസ്റ്റ് പ്ലസ് കൊടുക്കാം. വേണമെങ്കിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോ ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ടീമിൽ എത്ര ഫസ്റ്റ് ഉണ്ട്, എത്ര സെക്കൻഡ് ഉണ്ട്, എത്ര തേർഡ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി പോയിന്റ് അപ്ഡേറ്റ് ആവും ചെയ്യും. ഇനി നമുക്ക് ബോണസ് പോയിന്റ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ടീമിന്റെ ലോഗിന് ജസ്റ്റ് ഈ ഒരു കോഡ്, ഈ ഒരു 4 ഡിജിറ്റ് കോപ്പി ചെയ്തിട്ട് അതിൽ ലോഗിനിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഒരു ടീമിന്റെ ലോഗിനിലേക്ക് ലോഗിൻ ആവാൻ പറ്റും. ജസ്റ്റ് ടീം ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ സ്റ്റുഡൻസിനെ ആഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സ്റ്റുഡൻസ് എന്നുള്ള പാർട്ടിലേക്ക് പോവാം. എന്നിട്ട് ഇവിടെ ഏതാണോ കാറ്റഗറി, അതിനു മുമ്പ് കാറ്റഗറിയുടെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. കാറ്റഗറീസ് ഏതൊക്കെ കാറ്റഗറി ആണോ അതിവിടെ മലയാളം ഇംഗ്ലീഷും കൊടുക്കാം. ജസ്റ്റ് പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ആഡ് ആവും. പിന്നെ സ്റ്റുഡൻസിൽ പോവാം. എന്നിട്ട് ഏതാണോ കാറ്റഗറി, അവിടെ ക്രിയേറ്റ് ആയിട്ടുള്ള കാറ്റഗറി ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഏതാ ടീം എന്നുള്ളത്, നമ്മൾ ഈ ടീമിൽ ക്രിയേറ്റ് ആയിട്ടുള്ള ടീം ഇവിടെ വരുന്നുണ്ടോ, ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് ബൾക്കായിട്ട് സ്റ്റുഡൻസിനെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നെയിം അടിച്ചിട്ട് ജസ്റ്റ് കോമ ഇട്ടിട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ അടുത്ത ലൈനിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവന്റെ ചെസ്റ്റ് നമ്പർ ഇവിടെ ആഡ് ആവും. പിന്നെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ടീമിലേക്ക് ഈ ഒരു കാറ്റഗറിയുടെ അണ്ടറിലേക്ക് ഇവര് ഇതാവുന്നുണ്ടാവാം. ഇനി നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് ചേഞ്ച് ചെയ്യാനും ഉള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. ഈ ചെസ്റ്റ് നമ്പർ മാറ്റി കൊടുക്കണമെങ്കിൽ ഇവിടെ പോയിട്ട് ചെസ്റ്റ് നമ്പർ മാറ്റി കൊടുക്കാനുള്ള അവസരം ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ കാറ്റഗറി വെച്ചിട്ട് അല്ലെങ്കിൽ ടീം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റുഡൻസിനെ വേണമെങ്കിൽ സെർച്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഈ ടീമിലുള്ള ആളാണോ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ നൂറുൽ ഹുദൻ്റെതാണ് ആഡ് ചെയ്തിട്ടുള്ളത്, സബ് ജൂനിയറിലുള്ള. അപ്പൊ അവരുടെ ഡീറ്റെയിൽ നമുക്ക് ഇവിടെ കാണാം. ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് ഇവന്റ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഇതിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ആണോ ഉള്ളത് ആ ഒരു ഇവന്റ്സ് ജസ്റ്റ്
ഇവിടെ കൊടുക്കുന്ന നമ്പർ ആയിരിക്കും റിസൾട്ടിൽ പബ്ലിഷ് ആകുമ്പോൾ വരുന്നുണ്ടാവും കേട്ടോ. റിസൾട്ട് നമ്പർ 3 എന്നുള്ളത് ഇത് 3 കൊടുത്തു കഴിഞ്ഞാൽ 3 ആയിരിക്കും വരുന്നുണ്ടാവുക, 2 കൊടുത്തു കഴിഞ്ഞാൽ 2 എന്നായിരിക്കും വരുന്നുണ്ടാവും. ഇനി ഇവിടെ നമ്മുടെ പ്രോഗ്രാം ഏതാന്നുള്ളത് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സ്പീച്ച് കൊടുക്കണം. സ്പീച്ച് കാറ്റഗറി സബ് ജൂനിയർ മാറ്റിയിട്ട് ജൂനിയർ കൊടുക്കുക, അല്ലെങ്കിൽ സബ് ജൂനിയർ ആണ് കൊടുക്കുക. ജസ്റ്റ് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാം ഇതിലൊക്കെ ആഡ് ആവും. ഇനി നെക്സ്റ്റ് ആയിട്ട് ടീമിൽ കുട്ടികൾക്ക് എങ്ങനെയാണ് പ്രോഗ്രാം അസൈൻ ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത്. ജസ്റ്റ് ഇവിടെ ടീം ഈ ഒരു കോഡ് അങ്ങനെ നൂറുൽ ഹുദൻ്റെതാണ് എടുക്കുന്നത്. ജസ്റ്റ് കോപ്പി ചെയ്തു. ഇവിടെ ടീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോഗിൻ ഉണ്ടാവും. ഇതിൽ ഇതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഓൾറെഡി ഞാൻ ഇതിൽ ലോഗിൻ ആണ്. ലോഗ് ഔട്ട് അടിച്ചു. ഈ ഒരു ഡിജിറ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇത് ഗ്രൂപ്പ് ലീഡേഴ്സിനായിരിക്കും കൊടുക്കേണ്ടത്. അപ്പോൾ ഗ്രൂപ്പ് ലീഡേഴ്സ് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇവന് ഏതൊക്കെ പ്രോഗ്രാമാണ് ഉള്ളത് ഇവിടെ ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക, ഏതൊക്കെ പ്രോഗ്രാമാണ് ഇവര് പങ്കെടുക്കുന്നത് എന്നുള്ളത്. എന്നിങ്ങനെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റുഡൻസിന് ഈ ഒരു പ്രോഗ്രാം അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അടുത്ത കാറ്റഗറി ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ കിട്ടിയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് കാണാം. അതായത് ഏതൊക്കെ പ്രോഗ്രാമിലാണ് ഈ ഒരു ടീമിന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി പോസ്റ്റർ അല്ലെങ്കിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ജഡ്ജ്മെന്റിന് ആക്സസ് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ജഡ്ജിൽ പോവാം. എന്നിട്ട് ജഡ്ജിന് ഏതൊക്കെ പ്രോഗ്രാമിലാണ് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ഇവിടെ പുതിയ ജഡ്ജ് ആഡ് ചെയ്യുന്നെങ്കിൽ ജഡ്ജ് 2 എന്ന് കൊടുക്കുക. ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ജഡ്ജ് 2 ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഡിജിറ്റ് നമ്മൾ കോപ്പി ചെയ്യാം. ജസ്റ്റ് ഞാൻ മെമ്മറി ടെസ്റ്റ് ജൂനിയർ, മെമ്മറി ടെസ്റ്റ് ഈ ഒരു 2 പ്രോഗ്രാമാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇതിലൊന്ന് ജഡ്ജിലൊന്ന് ജോയിൻ ചെയ്യാനുണ്ട്. ഇവിടെ ആ ഒരു ഇത് ഓൾറെഡി നേരത്തെ മറ്റേതിൽ ലോഗിൻ ആയതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ ഈ ഒരു ഡിജിറ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് ഈ ഒരു പാർട്ട് കാണാൻ പറ്റും. മെമ്മറി ടെസ്റ്റ് ജൂനിയർ ഇതിൽ മാർക്ക് ഇടുന്നത് ജസ്റ്റ് എത്രയാണോ മാർക്ക് ഇടുന്നത് അത് എനിക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി എന്തെങ്കിലും കമന്റ് ആഡ് ചെയ്യണമെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്തും കൊടുക്കാം. ഓട്ടോ സേവ് ആണ്. ഈ ഒരു ഡാറ്റ നമുക്ക് ഈ ഒരു റിലീസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാർട്ടിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഇവിടെ വരിക. ജസ്റ്റ് ഞാൻ മെമ്മറി ടെസ്റ്റ് ആണ് ജസ്റ്റ് ഇവിടെ കൊടുത്തു. ജഡ്ജിലുള്ള ജഡ്ജ് ഇട്ടിട്ടുള്ള മാർക്ക് ഇവിടെ 10, ഇവിടെ 9, ഇവിടെ 8. അപ്പൊ ഇവർക്ക് 10ന് ഫസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി ഇവർക്ക് സെക്കൻഡ് ആക്കണേ സെക്കൻഡ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവനിപ്പോ ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തു. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് നോക്കിയിട്ട് ഇവിടെ പബ്ലിഷ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് 2 കൊടുത്തു, 3 കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ നെയിംസ് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ടാവും. ജസ്റ്റ് സേവ് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് പബ്ലിഷ് ആകും. അതോടൊപ്പം തന്നെ പോസ്റ്ററും ജനറേറ്റ് ആയിട്ടുണ്ടാവും. വലിയൊരു ഈ സാധനം തന്നെയാണ് ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ടീം പോയിന്റ് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ആയിട്ടുണ്ടാവും. ജസ്റ്റ് ടീം പോയിന്റ് നമുക്ക് എത്ര കൊടുക്കണം എന്നുള്ളതും ഇവിടെ തീരുമാനിക്കാൻ പറ്റും. ജസ്റ്റ് റിലീസ് സ്റ്റുഡിയോയിൽ പോവാം. നമുക്ക് ഇതൊന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഞാൻ എനിക്ക് ടീം പോയിന്റ് 10ലേക്ക് മാറ്റണം. ജസ്റ്റ് ഞാൻ ഇവിടെ 10 പറയാണ്. 10, 5, 3 എന്നുള്ള രീതിയിൽ ഇവിടെ സേവ് ആൻഡ് പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ ടീം പോയിന്റ് മാറിയിട്ടുണ്ടാവും. കണ്ട ഈ രീതിയിൽ ടീം പോയിന്റ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന പിന്നെ അതേപോലെ റേഡിയോ ഉണ്ട്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തുതരാം. Ignite 3.0 radio. അപ്പൊ ഇതിലുള്ള റിസൾട്ട് ഒക്കെ പറയുന്നുണ്ടാവാം. Noral Huda. ഈ രീതിയിൽ അനൗൺസും ചെയ്യത്. എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ, എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനെങ്കിൽ വോയിസ് മാറ്റാൻ പറ്റുമോ? വോയിസ് ട്രൈ ചെയ്യാം. ഇപ്പൊ ഒരു വോയിസ് ആണ് ഉള്ളത്, അതൊന്ന് മാറ്റാൻ നോക്കാം. ഈ ലിങ്ക് വെച്ചിട്ടായിരിക്കും കയറേണ്ടി വരാം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല. ജസ്റ്റ് ലിങ്ക് ഇനി അഡ്മിനിലേക്ക് കയറാൻ ജസ്റ്റ് ഞാനൊരു കാണിച്ചു തരാം ഓരോ ലിങ്ക് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ജസ്റ്റ് ഇതിലേക്ക് ഇനി ടീം എന്ന് അടിച്ചാല് /ടീം എന്ന് അടിച്ചാല് ടീം ലോഗിൻ ആയിരിക്കും വരുന്നുണ്ടാവാം. ജഡ്ജ് എന്ന് അടിച്ചാല്
ജഡ്ജ് ആയിരിക്കും വരുന്നുണ്ടാവുക. ജഡ്ജ് ലോഗിൻ. ഇനി ടി വി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ലൈവ് ടി വി, ലൈവ് ഹൈഫൺ ടി വി ഇതടിച്ചാൽ ടി വി ആയിരിക്കും വരുന്നുണ്ടാവുക. നമുക്ക് ആപ്പിന്റെ ആവശ്യമില്ല, ജസ്റ്റ് ഈ ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ ആ. കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളെ പ്രോഗ്രാം എന്നാ വരുന്നത്? ലെവല് മുമ്പ് 12 മുമ്പ്. 12 മുമ്പാണ് അല്ലേ? ഓക്കെ, പ്രോഗ്രാം പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ഒരു ദിവസമാണോ അല്ലെ 2 ദിവസമാണോ പ്രോഗ്രാം? അല്ലെങ്കിൽ അത് ഓഫ് സ്റ്റേജാ, കുറച്ച് ദിവസം ഉണ്ടാവും. കുറച്ച് ദിവസം ഉണ്ടാവും അല്ലേ? ഓക്കെ ഓക്കെ. അങ്ങനെ ലിമിറ്റ് ഒന്നുമില്ലല്ലോ, ടൈം ലിമിറ്റ് ഒന്നുമില്ലല്ലോ? ഇല്ല 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 ഇല്ല. ഓക്കെ. സെറ്റ് ചെയ്യാൻ കുറച്ച് ടൈം വേണം, നമുക്ക് 1-2 ദിവസം വേണം ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. എങ്ങനെ? അതായത് ഇത് സെറ്റ് ചെയ്ത് തരാനേ നമുക്ക് ഒരു ദിവസം എന്താണേലും വേണം പറയാം. നിങ്ങൾ സെറ്റ് ചെയ്യാണോ, നമ്മളല്ല ചെയ്യേണ്ടി? ഇത് സാധനം നിങ്ങളുടെ നെയിം കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടുള്ളത്, യൂസർ നെയിം പാസ്വേഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഓക്കെ സെറ്റ് ഓക്കെ. ചെയ്യാൻ ഒരു ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് ചെയ്ത് വെച്ചോളി. ഓക്കെ, നിങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞാൽ മതി, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു തന്നാൽ മതി. പിന്നെ ഓക്കെ, പോസ്റ്റർ ജനറേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടില്ല, ജസ്റ്റ് അതുകൂടി ഒന്ന് കാണിച്ചു തരാം. പോസ്റ്റർ ജനറേറ്റ് ആവുന്നത് കുട്ടികളെ ഇതൊക്കെ നമ്മളെ സെറ്റ് ചെയ്യേണ്ടി. എങ്ങനെ? കുട്ടികൾ കാറ്റഗറി ഒക്കെ നമ്മൾ തന്നെയല്ലേ ഇത് ചെയ്യാം? കാറ്റഗറി ഇതാ ഇവിടെ ആഡ് ചെയ്താൽ മതി, ഇവിടെ ബൾക്കായിട്ട് നമുക്ക് ആഡ് ചെയ്യാം അതന്നെ, കാറ്റഗറി. ഒക്കെ നമ്മളല്ലേ ചെയ്യും, നിങ്ങളല്ലല്ലോ ചെയ്യുന്നത്? ചെയ്യണമെങ്കിൽ ചെയ്തുതരാം, പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് അല്ല. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി ഇതൊന്ന് ബൾക്ക് ആക്കി തരാം. പ്രോഗ്രാം ആഡ് ചെയ്യുന്നത് ഒന്ന് ബൾക്കായിട്ട് ആഡ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് തരാം. ഇവന്റ്സ് ആഡ് ചെയ്യുന്നത് ഇത് ബൾക്കായിട്ട് ആഡ് ചെയ്യുന്ന രീതിയിൽ കോപ്പി പേസ്റ്റിൽ ഓരോ ഇതിന്റെ അണ്ടറിൽ മറ്റേ സ്റ്റുഡൻസ് ചെയ്തതുപോലെ ഇത് ചെയ്തു തരാം. ഓക്കെ, വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയണം. പിന്നെ ഒരു ദിവസം നമുക്ക് എന്താണ് ടൈം വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് പറയണേ. എങ്ങനെ? നിങ്ങളുടെ പ്രോഗ്രാം നെയിം, പിന്നെ മദ്രസ നെയിം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പോസ്റ്ററിന്റെ ഇതാ ഇവിടെയാണ്. പോസ്റ്റർ ഇത് ബൾക്കായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ആണ്. ഈ ബാക്ക്ഗ്രൗണ്ട്സ് നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാം. എഡിറ്റിൽ പോവാം. ഈ ഒരു പ്രോഗ്രാം ഫസ്റ്റ് റിസൾട്ട് നമ്പർ ഇവിടെ വരേണ്ടത്. പിന്നെ ഫസ്റ്റ് ഇതൊക്കെ നമുക്ക് ഇവിടേക്ക് അവിടെയും ഇവിടേക്ക് കൊണ്ടുപോയി വെക്കാം, അവിടെ വേണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അനുസരിച്ച് വെച്ച്. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആക്കണമെങ്കിൽ ഉണ്ടാവും, നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ആഡ് ചെയ്യാത്ത ബാക്ക്ഗ്രൗണ്ട് വേറെ പുറത്തുനിന്ന് വെക്കാൻ പറ്റുമോ? പുറത്തുനിന്നുള്ളത് നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഇപ്പോ ജസ്റ്റ് 1 മിനിറ്റ് അതൊന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ടില്ല, ഇവിടെ അപ്ലോഡ് ഉണ്ട്. വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഒന്ന് ടെസ്റ്റ് ചെയ്തില്ല, ഇത് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ബൾക്കായിട്ട് ആഡ് ചെയ്തതാണ്. ഓക്കെ, ഇത് വർക്കിംഗ് ആണെന്നുള്ളത് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല, ടെസ്റ്റ് ചെയ്താലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പോ ഏകദേശം 28 ബാക്ക്ഗ്രൗണ്ട്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങള് ഡീറ്റെയിൽസ് ഓക്കെ ഓക്കെ, ശരി, ആയിക്കോട്ടെ, ശരി.